Once again, welcome back to KCS Classes. This is Kiran CS. KCS Classes മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് GST എന്താണ്, then dual GST മോഡൽ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കവർ ചെയ്ത് എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇന്നലെ തന്നെ ഫിനിഷ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു GST കൗൺസിൽ. സോ ഇന്ന് ഞാൻ ആദ്യം ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് GST കൗൺസിൽ എന്താണ് എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കവർ ചെയ്യാനുണ്ട്, GSTയിൽ സപ്ലൈ. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ GST കൗൺസിൽ എന്താണെന്ന് കാണാം. സോ ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ആയിരുന്നു GST നെറ്റ്വർക്ക് എന്തിനാണ്, ഒരു പ്രോപ്പർ IT സപ്പോർട്ട് അല്ലെങ്കിൽ ഫയലിംഗ് ഓഫ് റിട്ടേൺ പ്രോപ്പർ ആയിട്ട് നടക്കാൻ, ഇങ്ങനെ അനാലിസിസിന് GSTയുടെ പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസിന് ഒരു പ്രോപ്പർ IT സപ്പോർട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് GSTN. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ദെൻ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ആരാണ്? അതാണ് GST കൗൺസിൽ. നമ്മള് ഇന്ത്യയിൽ ഇത്രയധികം സ്റ്റേറ്റ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. സോ ഒരു ഒറ്റയ്ക്കുള്ളൊരു ഡിസിഷൻ അവിടെ പോസിബിൾ അല്ല, ഒരു ഹാർമോണിയസ് ഡിസിഷൻ മാത്രമേ അവിടെ പോസിബിൾ ഉള്ളൂ. സോ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാർമോണിയസ് ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുക? സോ ദർ റിക്വയർഡ് എ കൗൺസിൽ. സോ GSTയുടെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഡിസിഷൻസ് എടുക്കുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുക്കുന്നത് എല്ലാതും GST കൗൺസിലാണ്. സോ നമുക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത് GST കൗൺസിലിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ്, ആരാണ് ചെയർമാൻ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസിലോട്ട് നമുക്ക് ആദ്യം പോവാം. സോ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ GST കൗൺസിലിലെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് GST കൗൺസിലിന്റെ ചെയർമാൻ. ദെൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് റവന്യൂ ഓർ ഫിനാൻസ്, അടുത്ത റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് GST കൗൺസിലിൽ ഉണ്ടായിരിക്കും. The next minister in charge of finance or tax nominated by state. ഇപ്പൊ സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സ്, അങ്ങനെ ഒരു റെപ്രസെന്റേറ്റീവും നെക്സ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ അപ്പോ ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് GST കൗൺസിലിൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഓൾ ഡിസിഷൻസ്, ഈ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ അവിടെ 3/4 മെജോറിറ്റി, GST റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ അവിടെ 3/4 മെജോറിറ്റി ഉണ്ടായിരിക്കണം എല്ലാ മെമ്പേഴ്സിൽ നിന്നും. ആ മെജോറിറ്റിയുടെ ഡീറ്റെയിൽസ് ബ്രേക്ക് ഡൗൺ ആണ് പറയുന്നത്. 2/3 സ്റ്റേറ്റ് വോട്ട്, മൊത്തം സ്റ്റേറ്റിലെ 2/3 നമുക്ക് ഫേവർ ആയിട്ട് വേണം. GST കൗൺസിൽ ഒരു കാര്യം പാസ്സായി മുന്നോട്ട് പോകണമെങ്കിൽ 2/3 പാർട്ടീസ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം, വോട്ട് ചെയ്യണം. അതേപോലെ തന്നെ സെന്ററിന്റെ ആണെങ്കിൽ 1/3 സെന്ററിന്റെയും വോട്ട് വേണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഡിസിഷൻസുമായിട്ട് GSTയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങളും പാസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പാസ് ആവണമെങ്കിൽ ഡിസിഷൻസിന് 3/4 മെജോറിറ്റി വേണം. അതിന്റെ ബ്രേക്ക് ഡൗൺ ആണ് സ്റ്റേറ്റിൽ നിന്ന് 2/3 സെന്ററിൽ നിന്ന് 1/3. Okay, clear? Then each state has one vote. GST കൗൺസിലിന്റെ കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ വോട്ട് ചെയ്യാൻ ഒരു സ്റ്റേറ്റിന് ഒരു വോട്ടാണ് ലഭിക്കുക. സോ ഇതാണ് GST കൗൺസിൽ അല്ലെങ്കിൽ GST കൗൺസിലിൽ ഉള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ ചെയർമാൻ ആരാണ്, ആരൊക്കെയാണ് ഇതിൽ ഡിസിഷൻസ് എടുക്കുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ ചേഞ്ചസ് വരുത്തുന്നത് ആരാണ്, ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? GST കൗൺസിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ GST കൗൺസിലിന്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് കാണാം. ഫങ്ഷൻസിലോട്ട് പോകുമ്പോൾ GST കൗൺസിൽ എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ GST കൗൺസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ടാക്സ് റേറ്റ്സ് നമുക്കിപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ ചില പ്രൊഡക്റ്റിന് 18% അല്ലെ, ചില പ്രൊഡക്റ്റിന് 10%, ഇങ്ങനെ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് GST കൗൺസിലാണ്. അവരാണ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. സോ നമ്പർ 1 അവരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യമാണ് ടാക്സ് റേറ്റ്സ്. ഓക്കെ. ഇനി നമ്പർ 2 എക്സംഷൻസ്. ഏതിനൊക്കെ നമുക്ക് എക്സംഷൻസ് കൊടുക്കാം? ഇപ്പൊ നമുക്ക് സാധാരണ സപ്ലൈ ആണെങ്കിലും ഏതിനൊക്കെ നമുക്ക് എക്സംഷൻസ് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതും ആരാണ്? GST കൗൺസിലാണ്. ഓക്കെ. സോ ദാറ്റ്സ് ദി സെക്കൻഡ് പോയിന്റ് അവരുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ദെൻ ത്രെഷോൾഡ് ലിമിറ്റ്. ഇപ്പൊ നമുക്കറിയാം ഇത്ര ലിമിറ്റ് കഴിഞ്ഞാൽ മാത്രമേ GST അടയ്ക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ടേൺ ഓവർ 40 lakhs കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം GST ഫയൽ ചെയ്യുന്നത് മാൻഡേറ്ററി ആവുള്ളൂ. അതിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് GST നമ്പർ മാൻഡേറ്ററി അല്ല, വളണ്ടറിലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ഓരോ കാര്യത്തിനും ലിമിറ്റ് ഉണ്ട്. ടാക്സ് അടയ്ക്കുന്ന കാര്യങ്ങളിൽ ലിമിറ്റ് ഉണ്ട്. സോ ത്രെഷോൾഡ് ലിമിറ്റ് അത് തീരുമാനിക്കുന്നതും GST കൗൺസിലാണ്. Okay, then next
ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ്. ഏറ്റവും കൂടുതൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഇതിനെപ്പറ്റിയുള്ള ക്ലാരിറ്റി കുറവുകൊണ്ട് തന്നെ ഡിസ്പ്യൂട്ട്സ് ഒരുപാട് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ, അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ തന്നെ ഡിസ്പ്യൂട്ട്സ് ഒരുപാടുണ്ട്. ബിസിനസ്സുകാരെ റിലേറ്റീവ് ITC പ്രോപ്പറായിട്ട് അവൈൽ ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് എന്താണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യണം. അപ്പോൾ അതിന്റെ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള എല്ലാ ഡിസ്പ്യൂട്ടും പരിഹരിക്കുന്നത് GST കൗൺസിലാണ്. അവരാണ് അവിടെ പ്രോപ്പർ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തുന്നത്. സോ ദാറ്റ്സ് ദി ഫോർത്ത് ഫംഗ്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, GST ലെജിസ്ലേഷൻസ് ഇൻക്ലൂഡിംഗ് റൂൾസ് ആൻഡ് നോട്ടിഫിക്കേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് GST അല്ലെങ്കിൽ GST റിലേറ്റ് ചെയ്ത് വരുന്ന പുതിയ പുതിയ ഏത് ലോ ആണെങ്കിലും റെഗുലേഷൻസ് ആണെങ്കിലും എല്ലാതും ക്രിയേറ്റ് ചെയ്യുന്നതും GST കൗൺസിലാണ്. സോ GST റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങളും ഡിസിഷൻസ് എടുക്കുന്നത് ഫോർ ദി സ്മൂത്ത് അല്ലെങ്കിൽ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദി ആക്ടിവിറ്റീസ് തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. ഫോർ ദി ഹാർമോണിയസ്, എല്ലാ ഹാർമോണിയസ് ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞൊരു പ്രോബ്ലം എന്താ, ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അവിടെ പ്രോബ്ലംസ് വരാണ്. സോ ഇതൊക്കെ പരിഹരിക്കുന്നത് GST കൗൺസിലാണ്. ടാക്സ് റേറ്റ്സ്, എക്സംഷൻസ്, ത്രെഷോൾഡ് ലിമിറ്റ്സ്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, GST റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സോ ദിസ് ഈസ് സിംപ്ലി GST കൗൺസിൽ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. എല്ലാവരും ബേസ് ആണ് നമ്മുടെ GSTയുടെ. എല്ലാവരും അതിനെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നെക്സ്റ്റ്, സപ്ലൈ. എന്താണ് GST സപ്ലൈ? ഓക്കെ, സോ നമുക്ക് അതിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ടോപ്പിക്കിലോട്ട് പോവാം. സപ്ലൈ, സ്കോപ്പ് ഓഫ് സപ്ലൈ. എന്താണ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അണ്ടർ GST? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കൂ. സോ GST, നമ്മൾ GSTയുടെ ഡെഫിനിഷൻ നോക്കുമ്പോൾ തന്നെ, മീനിങ് നോക്കുമ്പോൾ തന്നെ ഇത് പറയുന്ന ഒരു കാര്യമാണ്, ടാക്സ് ഇമ്പോസ്ഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ടാക്സ് ഇമ്പോസ്ഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അപ്പൊ എന്താണ് സപ്ലൈ നമുക്കറിയണം. ഓക്കെ, സോ അതിൽ കാറ്റഗറൈസ് ചെയ്യാനുള്ളത് സപ്ലൈ ഉള്ളതുണ്ട്, ദെൻ നോ സപ്ലൈ. നോ സപ്ലൈ മീൻസ് നെഗറ്റീവ് ലിസ്റ്റ് ആണ്, കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിനെ നമുക്ക് സപ്ലൈ എന്ന് പറയാൻ സാധിക്കില്ല. സോ നമുക്ക് നെക്സ്റ്റ് ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. സോ ഇവിടെ സപ്ലൈ എന്താണ്? ദെൻ സപ്ലൈയിൽ തന്നെ രണ്ട് കാറ്റഗറീസ് ഉണ്ട്, ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ. ഓക്കെ, സോ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുമ്പോൾ GSTയുടെ കീഴിൽ വരുന്നതാണ്. എക്സംപ്റ്റഡ് ആകുമ്പോൾ GST കൊടുക്കേണ്ട കാര്യമില്ല. ഹിയർ നോ സപ്ലൈ ഇല്ലെങ്കിലും അവിടെ GSTയുടെ കാര്യമില്ല. സോ നമുക്ക് നെക്സ്റ്റ് അറിയാം എന്താണ് സപ്ലൈ. സപ്ലൈയുടെ കീഴിൽ എന്തൊക്കെ വരും? സപ്ലൈ മീൻസ് വാട്ട്? സ്കോപ്പ് ഓഫ് സപ്ലൈ എന്താണ്? ദെൻ ടാക്സബിൾ എന്താണ്? എക്സംപ്റ്റഡ് എന്താണ്? സോ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ളത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് സപ്ലൈ എന്താണ്, സ്കോപ്പ് ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് പോവാം. സോ അണ്ടർ സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഓഫ് CGST ആക്ട് 2017 അതിന്റെ കീഴിലാണ് എന്താണ് സപ്ലൈ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആയിട്ട്. സോ GST നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണെന്ന് പറഞ്ഞു, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അതിന്റെ ബേസിലാണ് നമ്മൾ GST ചാർജ് ചെയ്യുന്നത്. സോ 3 important points is there. 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ആക്ടിവിറ്റിനെ സപ്ലൈ എന്ന് പറയാൻ സാധിക്കുള്ളൂ. 3 പോയിന്റ്സ്. സോ നമ്പർ 1 എന്ന് പറയുന്നത് ബെസ്റ്റ് LDR. ഞാനത് ഷോർട്ടാക്കി പറഞ്ഞു മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ബെസ്റ്റ് LDR, that is number 1. Number 2, for consideration. There required a consideration. Number 3, in course or furtherance of business. Number 3, in course or furtherance of business. ഈ 3 കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു ആക്ടിവിറ്റിയിൽ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്കതിനെ സപ്ലൈ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്പർ 1 ബെസ്റ്റ് LDR. നമുക്ക് എന്താണ് ബെസ്റ്റ് LDR എന്നുള്ളത് ആദ്യം കാണാം. ഷോർട്ടാക്കി പറഞ്ഞിരിക്കുകയാണ് ഒരു സപ്ലൈയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ B മീൻസ് ബാർട്ടർ. സോ ബാർട്ടർ സിസ്റ്റം, പ്രൊഡക്റ്റ് കൊടുത്ത് പ്രൊഡക്റ്റ് മേടിക്കുക. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്തുകൊണ്ട് അവിടെ GST വരുന്നു എന്നുള്ളത്. ദെൻ നമ്പർ 2 എക്സ്ചേഞ്ച്. നമ്പർ 3 സെയിൽസ് ഓർ സർവീസ്, ദാറ്റ് ഈസ് S. T മീൻസ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ്. Then L1, L2 ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ L1 means lease, L2 means license. D means disposal of business assets. R means rent. ഈ പറയുന്ന എന്ത് ആക്ടിവിറ്റീസ് അവിടെ നടന്നാലും അത് സപ്ലൈയുടെ കീഴിൽ വരും.
അതിന്റെ കൂടെ രണ്ട് കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഫോർ കൺസിഡറേഷൻ ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. സോ കൺസിഡറേഷനിലെ കീഴിൽ വരാത്ത ഒന്ന് രണ്ട് ആക്ടിവിറ്റീസും സപ്ലൈയിൽ വരും. അത് നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നമ്പർ 1, ബാർട്ടർ. ബാർട്ടർ മീൻസ് ഞാൻ പറഞ്ഞു ഒരു പ്രോഡക്റ്റ് കൊടുത്ത് വേറൊരു പ്രോഡക്റ്റ് മേടിക്കുക. അപ്പൊ അവിടെ എങ്ങനെയാണ് GST? എന്തുകൊണ്ട്? അപ്പോൾ എനിക്കുള്ളത് ഒരു മൊബൈൽ ഷോപ്പാണ്. എനിക്ക് ഒരു വ്യക്തിക്ക് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, വേറൊരു വ്യക്തിക്കൊരു ലാപ്ടോപ്പിന്റെ ഷോപ്പും ഉണ്ട്. സോ എൻ്റെ കയ്യിൽ ഒരു പുതിയ മൊബൈലാണ് എൻ്റെ സ്ഥാപനത്തിൽ വന്നിട്ടുള്ളത്, അവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. സോ അവന് അല്ലെങ്കിൽ എൻ്റെ വേറൊരു ഫ്രണ്ടാണ് അല്ലെങ്കിൽ വേറൊരു എനിക്കറിയുന്നൊരു വ്യക്തി, ആ വ്യക്തി പറഞ്ഞു പുതിയൊരു മൊബൈൽ വന്നിട്ടില്ല, എനിക്ക് ആ മൊബൈൽ വേണം. പക്ഷെ എൻ്റെ കയ്യിൽ എന്തില്ല, പൈസ ഇല്ല. എൻ്റെ കയ്യിൽ എനിക്കാണെങ്കിലോ പുതിയൊരു ലാപ്ടോപ്പ് കിട്ടിയാൽ ഉപകാരമായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സെയിം വാല്യൂന്റെ തന്നെയായിരിക്കും അത് അവർ തമ്മിൽ ഡിസിഷൻ എടുക്കണതാണ്. മൊബൈൽ പുതിയത് കൊടുത്ത് ആ ലാപ്ടോപ്പ് ഇങ്ങോട്ട് മേടിക്കുന്നു. സോ അവിടെ എന്ത് സിസ്റ്റമാണ് നടന്നിട്ടുള്ളത്? ഇറ്റ്സ് എ ബാർട്ടർ സിസ്റ്റം. മൊബൈൽ കൊടുക്കുന്നു, ലാപ്ടോപ്പ് മേടിക്കുന്നു. സോ അവിടെ രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കട്ടെ. കൺസിഡറേഷൻ ഉണ്ടല്ലോ, നമ്മൾ മൊബൈൽ കൊടുത്തു, അവിടെ നിന്ന് തിരിച്ച് കൺസിഡറേഷൻ മീൻസ് വാട്ട്? എനിത്തിങ് ഇൻ റിട്ടേൺ. നമുക്ക് എന്താണ് തിരിച്ചു കിട്ടണമെങ്കിൽ എനിത്തിങ് ഇൻ റിട്ടേൺ കംസ് അണ്ടർ കൺസിഡറേഷൻ. ഓക്കെ, സോ ബാർട്ടർ സിസ്റ്റം ആണ്. ഒരു പ്രോഡക്റ്റ് കൊടുത്തു വേറൊരു പ്രോഡക്റ്റ് മേടിക്കണോ, അവിടെ എന്താണത്? സപ്ലൈ ആണ്. എന്തുകൊണ്ട്? ബാർട്ടർ, നമ്മുടെ സപ്ലൈ എന്ന് പറയുമ്പോൾ അതിന്റെ കീഴിൽ ആദ്യം വരുന്നതാണ് ബാർട്ടർ. സോ GST അവിടെ ഇമ്പോസ് ചെയ്യേണ്ടി വരും. Then there is a consideration. Then in course of furtherance of business. ബിസിനസ് ആണ്. എന്റെ ബിസിനസ്സിലെ ഒരു പ്രോഡക്റ്റ് ഞാൻ അങ്ങോട്ട് കൊടുത്തു, വേറൊരു പ്രോഡക്റ്റ് ഇങ്ങോട്ട് കിട്ടി. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ബിസിനസ്. ക്ലിയർ? ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ബിസിനസ്. സോ ദാറ്റ്സ് നമ്പർ 1. ബാർട്ടർ മീൻസ് ഓൺലി ഇൻ കൈൻഡ് ആണ് അവിടെ, comes under supply. Clear? So that's the number 1 point. Number 2, exchange. So ബാർട്ടറും എക്സ്ചേഞ്ചും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ് ബാർട്ടറും എക്സ്ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ്? ഇവിടെ കൈൻഡ് മാത്രമാണ്. എക്സ്ചേഞ്ചിൽ വരുമ്പോൾ മണി പ്ലസ് കൈൻഡ് ആണ്. എന്താണ് മണി പ്ലസ് കൈൻഡ്? ഫോർ എക്സാമ്പിൾ എന്താണ് എക്സ്ചേഞ്ച് നമ്മളിപ്പോൾ എപ്പോഴും ചെയ്യുക? ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാർ ഇയോൺ ആണ്. സോ എനിക്കിനി കുറച്ചും കൂടി ഒരു നല്ല കാർ മേടിക്കണം എന്നൊരു ചിന്ത വന്നു. അപ്പോൾ മേടിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സെയിൽസ്മാൻ വന്നിട്ട് നല്ലൊരു കാർ ഇറങ്ങിയിട്ട് മേടിക്കൂ, ഫോർച്യൂണർ മേടിക്കൂ, അത് മേടിക്കുന്നൊക്കെ പറയണം. സോ പുതിയൊരു കാർ മേടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 lakhs ആണെന്ന് പറഞ്ഞു, 10 lakhs. എൻ്റെ കാറ് ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ അതൊരു 2 lakhs ആണെന്ന് കരുതാം, 2 lakhs. സോ എൻ്റെ കാർ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അതിന് പകരം പുതിയ കാർ അവിടെ മേടിക്കുന്നു. സോ അവിടെ ഒരു പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. എൻ്റെ പ്രോഡക്റ്റ് അങ്ങോട്ട് പോയി. സോ ദാറ്റ് ഈസ് വാട്ട്? കൈൻഡ്. മണി, ബാലൻസ് എമൗണ്ട് ഞാൻ പേ ചെയ്യണം. സോ ദാറ്റ് ഈസ് മണി. സോ എക്സ്ചേഞ്ച് ആണെങ്കിലും അവിടെ GST ഇമ്പോസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് നമ്പർ 2, ബാർട്ടർ എക്സ്ചേഞ്ച്. അപ്പോൾ അവിടെ കൺസിഡറേഷൻ ഇല്ലേ? കൺസിഡറേഷൻ ഉണ്ട്. എക്സ്ചേഞ്ച് ആകുമ്പോൾ ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്, ഈ 3 കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തു. എക്സ്ചേഞ്ച് കംസ് അണ്ടർ ബെസ്റ്റ് LDR. Then consideration is there in course or furtherance of business ന്റെ പാർട്ടാണ്. നോ പ്രോബ്ലം. ഓക്കെ, സോ ദാറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ്, എക്സ്ചേഞ്ച്. ക്ലിയർ? മൂവ് ടു തേർഡ്, സപ്ലൈയുടെ കീഴിൽ വരുന്ന അടുത്തത് കോമൺ ആണ്, സെയിൽസ് ഓർ സർവീസസ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു, ദെൻ അതിന് നമുക്ക് എമൗണ്ട് കിട്ടുന്നു, വാല്യൂ തിരിച്ച് കിട്ടുന്നു, കംസ് അണ്ടർ സപ്ലൈ ആണ്. ബിക്കോസ് ഫോർ കൺസിഡറേഷൻ ആണ്, മണി വാല്യൂ ആണ്, ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് കോമൺ, നോട്ട് ദാറ്റ് മച്ച് പ്രോബ്ലം. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് കാര്യമായിട്ട് പറയാനില്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ്. മൂവിങ് ടു ഫോർത്ത് വൺ, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ്. അവിടെയാണ് കൺഫ്യൂഷൻ വരാം. വൈ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ് കംസ് അണ്ടർ സപ്ലൈ? എന്തുകൊണ്ട്? നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സിന്റെ കാര്യം നോക്കണ സമയത്ത് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും. എന്തുകൊണ്ട് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ് ഇതിന്റെ അടിയിൽ വന്നു? നമുക്ക് നോക്കാം. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ട് അത് സപ്ലൈയുടെ അടിയിൽ വന്നു? ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സ്ഥാപനമുണ്ട്. എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ എന്ത് ചെയ്യണു? ക്ലാസ്സസ് എടുക്കുകയാണ്. എൻ്റെ സ്വന്തം സ്ഥാപനമാണ്. അവിടെ AC ഉണ്ട്, ടേബിൾ ഉണ്ട്, അതുണ്ട്, ഇതിൻ്റെ പല കാര്യങ്ങളുണ്ട്.
അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ സ്ഥാപനത്തിലോട്ട് വന്നു. കയറി വന്നപ്പോൾ നല്ലൊരു ടേബിള്, ഫ്രണ്ട് ഓഫീസിൽ തന്നെ നല്ലൊരു ടേബിള്. സോ അവനത് നോക്കിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഈ ടേബിള് തരൂ, എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ഞാൻ ആ ടേബിള് ബിസിനസിൻ്റെ ആണ് എന്ത് ചെയ്തു, ആ ഫ്രണ്ടിന് കൊടുത്തു. എനിക്ക് ആ ടേബിൾ പോയാലും വേറെ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഞാൻ കൊടുത്തു. സോ എന്ത് അസെറ്റാണ് ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്തത്? എന്ത് അസെറ്റാണ്? ബിസിനസ് അസെറ്റ്സ് ആണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ എൻ്റെ ബിസിനസിന്റെ അസെറ്റാണ് ട്രാൻസ്ഫർ ചെയ്തത്. അതും സപ്ലൈയുടെ കീഴിൽ വരും. അവിടെയും ഈ GST ചാർജ് ചെയ്യുന്നുള്ളതാണ്. അവിടെയും GST ചാർജ് ചെയ്യും. എന്തുകൊണ്ട്? നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് അതാണ്. എന്താണ് പറയുന്നത്? എൻ്റെ സ്ഥാപനത്തിലെ ഒരു അസെറ്റ് ഞാൻ ട്രാൻസ്ഫർ ചെയ്താൽ അതും GSTയുടെ കീഴിൽ വരും, അല്ലെങ്കിൽ സപ്ലൈയുടെ കീഴിൽ വരും. കാരണം എന്താ? ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് പലരും വെട്ടിക്കാൻ ചാൻസ് ഉണ്ട്, പലതും ടാക്സ് വെട്ടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യാൻ കാരണം. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പോയിന്റ് ആണല്ലോ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ITC അവൈൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ITC. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? കഴിഞ്ഞ 3 വീഡിയോയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ് എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഞാൻ അടയ്ക്കുന്ന ടാക്സിനെ ഇൻപുട്ട് ടാക്സ് എന്നും, ഞാൻ ആ പ്രോഡക്റ്റ് വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ എനിക്ക് തിരിച്ച് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ച് കിട്ടുന്നതാണ് ഔട്ട്പുട്ട് ടാക്സ്. സോ ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. സോ ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചു. ഞാൻ ആ ടേബിൾ മേടിച്ച സമയത്ത് ഞാനൊരു 10,000 റുപ്പീസ് കൊടുത്തിട്ടാണ് ആ ടേബിൾ മേടിച്ചതെങ്കിൽ ഞാൻ അതിന്റെ കൂടെ എന്തും കൂടി അടച്ചിട്ടുണ്ടാവും? ടാക്സ് അടച്ചിട്ടുണ്ടാവും. സെയിൽസ് GST അടച്ചിട്ടുണ്ടായിരിക്കും. ഒരു 18% അടച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ഈ 18% കൊടുത്ത് ഞാൻ ഈ ടേബിൾ മേടിച്ചു. ദെൻ ഈ ടേബിള് ഞാൻ ഓർഗനൈസേഷൻ എൻ്റെ സ്ഥാപനത്തിൽ യൂസ് ചെയ്യാണ്. ആ സർവീസസിന് ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട് വേറെ വ്യക്തികളുടെ. സോ ഞാൻ ഇങ്ങനെ 18% ചാർജ് കൊടുത്ത് മേടിച്ച ആ ടേബിള് ഞാൻ അപ്പോൾ തന്നെ ITC അവൈൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കാം. ഞാൻ ക്ലാരിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ട് ടാക്സ് ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അടയ്ക്കുന്ന ഇൻപുട്ട് ടാക്സ്, ദെൻ ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ആക്ച്വലി ഇത് ആരും മാത്രമേ ബെയർ ചെയ്യേണ്ട കാര്യമല്ലോ, എൻ കസ്റ്റമർ മാത്രമേ ബെയർ ചെയ്യേണ്ട കാര്യമല്ലോ, ഇന്റർമീഡിയറി ഇവിടെ ബെയർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഇവിടെ ഈ 18% ഞാൻ ടാക്സ് കൊടുത്ത് മേടിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ഗവൺമെന്റ് ഔട്ട്പുട്ട് ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടത്തി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ അടച്ച 18% എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ തിരിച്ചു തന്ന സാധനം ഞാൻ സ്ഥാപനത്തിൽ യൂസ് ചെയ്യാണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുകയാണ്. അവിടെ കൺസിഡറേഷനും ഇല്ല, ഒന്നുമില്ല. സോ ദർ ഈസ് നോ കൺസിഡറേഷൻ ഇല്ല. പക്ഷേ ഇറ്റ് കംസ് അണ്ടർ സപ്ലൈ. എന്തുകൊണ്ട്? എന്റെ ബിസിനസ്സിന് വേണ്ടി മേടിച്ച ടേബിൾ ഞാൻ ബിസിനസ്സിന് യൂസ് ചെയ്യാണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോ ബിസിനസ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയ, അടച്ച പൈസ തിരിച്ച് കിട്ടിയ. നമ്മളിത് യൂസ് ചെയ്യാണ്ട് ഫ്രണ്ടിന് കൊടുക്കാണ്. സോ അവിടെയാണ് അപ്പൊ ദർ ഈസ് നോ കൺസിഡറേഷൻ. അവിടെ കൺസിഡറേഷൻ ഇല്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കൺസിഡറേഷൻ ഇല്ല എങ്കിലും ഇറ്റ് കംസ് അണ്ടർ സപ്ലൈ. ബിക്കോസ് എന്താണ്, സ്ഥാപനത്തിന് വേണ്ടി മേടിച്ചപ്പോ അതിനെ നമുക്ക് എന്ത് കിട്ടി? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടി. അപ്പോ ഇങ്ങനെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അപ്പൊ ചോദിക്കും, നേരത്തെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തന്നതുകൊണ്ട് തന്നെ അല്ലെ മേടിച്ചുകൊണ്ട് തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് തിരിച്ചു തന്നോളൂ. റിവേഴ്സ് ആയിട്ട് ആ എമൗണ്ട് കൊടുക്കേണ്ടി വരും. റിവേഴ്സ് ചാർജ് അവിടെ നടത്തേണ്ടി വരും. നമ്മൾ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്തു, അടച്ച അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആ ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചു കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് നോൺ ആസ് റിവേഴ്സ് പേയ്മെന്റ് നമ്മൾ നടത്തേണ്ടി വരും. ഓക്കെ, സോ ഇൻ ദി 4th കേസ് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്സിലെ ബിസിനസ് അസെറ്റ്സിന്റെ കേസിൽ there is
no consideration. But even though there is no consideration, it comes under supply. The reason ആണ് പറഞ്ഞത് ITC avail ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് avail ചെയ്തിട്ടുണ്ട് നമ്മള് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അത് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ക്ലിയർ? Okay, so that's a fourth point. Transfer of business assets comes under supply. Moving to next, L1, lease. മൈൻസ്, ക്വാറീസ്, പല കാര്യങ്ങളും നമുക്ക് കുറച്ചധികം ഇയേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യണം എങ്കിൽ നമുക്ക് എന്താണ്, ലീസിനെടുക്കാം. സോ ലീസിനെടുക്കുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ലീസ് റെന്റ് പേ ചെയ്യേണ്ടി വരും. സോ അവിടെ ലീസ് കംസ് അണ്ടർ സപ്ലൈയില് നമ്പർ 1 ബെസ്റ്റ് LDR അത് വരുന്നുണ്ട്, ലീസ് വരുന്നുണ്ട്. ദെൻ ദർ ഇസ് കൺസിഡറേഷൻ അല്ലെ, കൺസിഡറേഷൻ നമ്മൾ ലീസ് റെന്റ് കൊടുക്കാണ്. Then in course or furtherance of business, 3 പോയിന്റും ഫുൾഫിൽ ചെയ്തു. സോ അതുകൊണ്ടാണ് ലീസ് എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. ലീസ് കംസ് അണ്ടർ സപ്ലൈ. നെക്സ്റ്റ് ലൈസൻസ്. ഇതാണ് ലൈസൻസ്. ഇപ്പൊ എനിക്കൊരു ബിസിനസ് ചെയ്യണം, ഐ വോണ്ട് എ ലൈസൻസ്. ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ ഇനി ഞാനിപ്പോൾ എന്താണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് ബിസിനസ് എനിക്ക് മുന്നോട്ട് പോകണം. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് ലൈസൻസ് വേണം. ബിസിനസിന്റെ പുതിയ കാര്യങ്ങൾക്ക് എനിക്ക് ലൈസൻസ് വേണം. സോ ഞാനൊരു പേയ്മെന്റ് കൊടുത്ത് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ അവിടെയും GST വരും. ഓക്കെ, ബിക്കോസ് എന്താണത്, ലൈസൻസ് കംസ് അണ്ടർ നമ്പർ 1 പോയിന്റ്. ദെൻ ഫോർ കൺസിഡറേഷൻ ഐ എം പേയിങ് സംതിങ് ആൻഡ് ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ലൈസൻസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ മൈ ബിസിനസ്, എൻ്റെ ബിസിനസിന്റെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി. സോ ദാറ്റ് ഈസ് എന്താണ്, ലൈസൻസ്. ക്ലിയർ? നോ പ്രോബ്ലം. Moving to next point, disposal of business assets. ഒരു ബിസിനസിന്റെ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യാണ്, അപ്പോഴും ഇറ്റ് കംസ് അണ്ടർ സപ്ലൈ. എന്തുകൊണ്ട്? എന്താണ്, ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോഴും, ബിസിനസിന്റെ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോഴും അവിടെ പ്രശ്നം വരാണ്. എന്തുകൊണ്ട്? അപ്പൊ എന്താണ് ഡിസ്പോസൽ ഓഫ് അസറ്റ്സ്? ഞാനൊരു മിഷനറി മേടിച്ചു, ആ മിഷനറി മേടിച്ച് നന്നായിട്ട് മുന്നോട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയി. അങ്ങനെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് റൈറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാം, അല്ലെ? അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ബിസിനസ് നിർത്തി തന്നെ വിചാരിക്കുക. ബിസിനസ് നിർത്തി, അപ്പൊ ഞാൻ മെഷീന്റെ ആവശ്യമില്ല. 3 കേസ് ഉണ്ട്. എന്തൊക്കെയാണ് പറയണത്? ഞാൻ ആ പ്രോഡക്റ്റ് മിഷനറി നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാർട്ടിക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എനിക്കിത് വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു. ഇനിയിപ്പോ ഞാനത് ബിസിനസ് ക്ലോസ് ചെയ്തു, ഷട്ട് ഡൗൺ. എനിക്കിനി ആ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകണ്ട. ഈ ഒരു സിറ്റുവേഷനിലും നമുക്ക് GST അവിടെ പ്രശ്നം വരാണ്. എന്തുകൊണ്ട്? വീണ്ടും അവിടെയാണ്, അവിടെ ഒരു കൺസിഡറേഷനും ഇല്ല, ഒന്നുമില്ല. അപ്പോഴും നേരത്തെ പോയിന്റ് വരാണ്. ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ്. ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സിൽ ദർ ഈസ് നോ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞോ കൺസിഡറേഷൻ ഉണ്ടെന്ന്. എന്റെ സ്ഥാപനത്തിൽ ഒരു ടേബിൾ ഞാൻ എന്റെ ഫ്രണ്ടിന് കൊടുക്കുകയാണ്. അപ്പൊ ആ ടേബിൾ മേടിച്ചപ്പോൾ ഞാൻ ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിസിനസിന്റെ പേരിലാണ്. ഞാൻ KCS ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ KCS എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ട്, ആ സ്ഥാപനത്തിന്റെ പേരിൽ ഞാൻ മേടിച്ച ടേബിൾ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, ടാക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ടാക്സ് ഞാൻ ഇൻപുട്ട് ടാക്സ് അവൈൽ ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വേറൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ റിവേഴ്സ് പേയ്മെന്റ് നടത്തേണ്ടി വരും. നമ്മൾ നേരത്തെ പറയാം ലൈക്ക് ദിസ് ഹിയർ ഓൾസോ. നമ്മളൊരു മിഷനറി മേടിച്ചപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കും, GST അടച്ചിട്ടുണ്ടായിരിക്കും. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളത് വേണ്ട, ബിസിനസിന്റെ ആവശ്യമാണ്, വേണ്ട എന്ന് വെച്ചിട്ട് വിറ്റു, അല്ലെങ്കിൽ ബിസിനസ് നിർത്തി. അപ്പോ അതോറിറ്റി വരും, വന്ന് ചോദിക്കും, ബിസിനസിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് മേടിച്ച സമയത്ത് നിനക്ക് ഈ പറയുന്ന മിഷനറിക്ക് എത്ര രൂപയായിരുന്നു? മിഷനറി 50,000 റുപ്പീസ് കൊടുത്ത് മേടിച്ച മിഷനറിയാണ്. ഇതിന് ടാക്സ് വന്നിട്ടുണ്ടായിരിക്കും, ഒരു എമൗണ്ട് ടാക്സ് വന്നിട്ടുണ്ടായിരിക്കും, ഒരു 18% ആവട്ടെ ടാക്സ് ഉണ്ടായിരിക്കും, ഇൻപുട്ട് ടാക്സ്. ദെൻ നമ്മളിത് യൂസ് ചെയ്തു, നമ്മളിപ്പോ തന്നെ എന്താ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നിർത്താണ് സ്ഥാപനം, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ തന്നെ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും, നേരത്തെ ബിസിനസിന്റെ പർപ്പസിന് ആണ് എന്ന് പറഞ്ഞ് മേടിച്ചത് കൊണ്ടാണ് ITC അവൈൽ ചെയ്തേ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിനക്ക് തന്നേ. അങ്ങനെയാണെങ്കിൽ ആ പൈസ തിരിച്ചു തന്നോളൂ, റിവേഴ്സ് പേയ്മെന്റ്.
ഇപ്പൊ എന്തിന്റെ ബേസിലാണ് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? ബിസിനസിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് മേടിക്കുന്നതുകൊണ്ടാണ്. ഔട്ട്പുട്ട് ടാക്സ് അവിടെ വരുമ്പോ കസ്റ്റമർക്ക് മാത്രം അത് ബെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് ടാക്സ് നമ്മൾ അടച്ചത് നമുക്ക് തിരിച്ചു തരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ കൺസിഡറേഷൻ ഉണ്ടോ? ഒരു കൺസിഡറേഷനും ഇല്ല. നമ്മള് നിർത്താണ് എങ്കിലും അവിടെ ടാക്സ് വരാണ്. കൺസിഡറേഷൻ ഇല്ല. എന്തുകൊണ്ട് അവിടെ സപ്ലൈയുടെ കീഴിൽ അത് വരാൻ കാരണം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബേസിൽ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ലൂപ്പ് ഹോള് കണ്ടെത്താൻ കാരണം? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ടേബിളിന്റെ കാര്യം. ടേബിൾ മേടിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. ഇത് പല ആൾക്കാരും ഇതൊരു മുതലാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ എന്താണ്, ടേബിള് സ്ഥാപനത്തിന്റെ പേരിൽ മേടിച്ച് സർവീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തിരിച്ച് കിട്ടുന്നു, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നു. ITC അവൈൽ ചെയ്യാൻ പറ്റുന്നു. ഇനിയിപ്പോ നമുക്ക് കള്ളത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എൻ്റെ ഫ്രണ്ടിന് നേരത്തെ പറഞ്ഞ ടേബിൾ പുതുതായിട്ട് മേടിക്കണം. അപ്പോൾ ആ ടേബിളിന്റെ വാല്യൂ 10,000 രൂപയാണ്. 10,000 രൂപ പ്ലസ് 18% GST കൊടുത്തിട്ടാണ് മേടിക്കേണ്ടത്. സോ ഇവനോട് നമ്മൾ പോയി പറയാണ്, നിനക്കൊരു ടേബിൾ വേണമെന്നല്ല പറഞ്ഞേ, KCS ക്ലാസ്സസ് അല്ലെങ്കിൽ KCS എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേബിൾ മേടിക്കാം. അപ്പോൾ ഈ പൈസ നീ എനിക്ക് തരൂ, 10,000 പ്ലസ് GST എനിക്ക് തരൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സ്ഥാപനത്തിന്റെ പേരിൽ ഈ ടേബിൾ മേടിച്ചു. ഇനി നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഇവനെ അങ്ങോട്ട് കൊടുക്കാണ്. അപ്പൊ ബിസിനസിന്റെ പർപ്പസിന് വേണ്ടി മേടിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഈ അടച്ചിട്ടുള്ള ഇൻപുട്ട് ടാക്സ് തിരിച്ചു കിട്ടി. എന്നിട്ട് ബിസിനസിന്റെ പർപ്പസിനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? അല്ല, എന്റെ ഫ്രണ്ടിന് നമ്മളത് കൊടുത്തു. ജസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്സ്. അപ്പൊ പൈസ അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ 10,000 പ്ലസ് 18% GST അല്ലെങ്കിൽ GST അടക്കമുള്ള എമൗണ്ട് മേടിച്ചിട്ട് ബിസിനസിന്റെ പർപ്പസിന് എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് മേടിച്ചിട്ട് അത് വെട്ടിക്കാം. അപ്പൊ എന്താണ് എനിക്കുള്ള ബെനിഫിറ്റ്? എന്നിട്ട് ഈ 18% എനിക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് കിട്ടും. ITC എനിക്ക് അവൈൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇതിന് ബിസിനസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്ട് ഇതാർക്ക് കൊടുക്കാണ്? എന്റെ ഫ്രണ്ടിന് കൊടുക്കാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല വെട്ടിപ്പിനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ സപ്ലൈയുടെ കീഴിൽ വരാൻ കാരണം. പലരും മിസ്യൂസ് ചെയ്യും. സോ here in this case, transfer of business assets and disposal of business assets, in both these cases there is no consideration. Even though there is no consideration, it comes under supply. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ITC നമ്മൾ റിവേഴ്സ് പേയ്മെന്റ് അവിടെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അടച്ചല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഗവൺമെന്റ് തിരിച്ചു തന്നിട്ടുള്ളത് നമ്മൾ തിരിച്ച് അടയ്ക്കേണ്ടി വരും. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് റെന്റ് ആണ്. നമുക്കറിയാം ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു ബിൽഡിംഗ് നമ്മൾ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഓൾസോ കംസ് അണ്ടർ സപ്ലൈ. അവിടെയും GST ചാർജ് ചെയ്യേണ്ടി വരും. ബിക്കോസ് അവിടെ എന്താണ് ഗെറ്റിംഗ് ഒരു കൺസിഡറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, റെന്റ് എമൗണ്ട് കിട്ടുന്നുണ്ട്. ദെൻ ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്, അതും നമുക്ക് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കലാണ് ഇത് കൊടുത്തിട്ട് എങ്കിൽ അതും നമ്മുടെ ബിസിനസിന്റെ ഭാഗമാണ്. സോ ഇത്ര കാര്യങ്ങളാണ് സപ്ലൈയുടെ കീഴിൽ വരുന്നത്. ഓക്കെ, അവിടെ ഏറ്റവും കൺഫ്യൂഷൻ വരാനുള്ള കാര്യങ്ങൾ രണ്ടെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ T&D, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ്സ്. ഇവിടെയൊക്കെ നമ്മൾ ഈ 3 പോയിന്റ് അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ വരും. ബിക്കോസ് ദർ ഇസ് നോ കൺസിഡറേഷൻ ഇൻ ദി കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്സ്, ദർ ഇസ് നോ കൺസിഡറേഷൻ ഇൻ ദി കേസ് ഓഫ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ്സ്. ഓക്കെ, സോ സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് സപ്ലൈ എന്ന് പറയണമെങ്കിൽ അണ്ടർ സെക്ഷൻ 71A ഓഫ് CGST Act 2017 ബാർട്ടർ ആണെങ്കിൽ സപ്ലൈയുടെ കീഴിൽ വരും, എക്സ്ചേഞ്ച് ആണെങ്കിൽ വരും, സെയിൽസ് സർവീസസ് ആണെങ്കിൽ വരും, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ് ആണെങ്കിൽ വരും, ലൈസൻസ്, ലീസ്, ദെൻ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ്സ്, റെന്റ്. ഇതൊക്കെ സപ്ലൈയുടെ കീഴിൽ വരും. അതിന് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ കൂടി അവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഫോർ കൺസിഡറേഷൻ, ഇനി കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിൽ 2 എക്സംഷൻസ് പറഞ്ഞു. അവിടെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വരും. ദെൻ ഇതൊക്കെ എന്തിനായിരിക്കണം? ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഇപ്പൊ ഞാൻ എന്റെ ബിസിനസ് ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ പ്രോജക്റ്റ് അതിനുവേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ വേറൊരു സ്റ്റേറ്റിലോട്ട് പോയി, അവിടെ പോയിട്ട് കുറെ സാധനങ്ങൾ മേടിച്ചു, വേറെ കുറെ സാധനങ്ങൾ മേടിച്ചു. എവറിത്തിങ് റിലേറ്റഡ് വിത്ത് ബിസിനസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ GST
ഇമ്പോസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് അവൈൽ ചെയ്യാം. അപ്പോൾ ബിസിനസിന്റെ പർപ്പസിനായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സപ്ലൈ ആവണമെങ്കിൽ ഈ 3 കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യണം. ക്ലിയർ? ഇനി അവിടെ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണതാണ്, ഇത് റിക്വയർഡ് ആൻ എഗ്രിമെന്റ്. കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എനിത്തിങ് ഇൻ റിട്ടേൺ അത് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, ഒരു ലോഫുൾ ആയിരിക്കണം. ദാറ്റ് ഈസ് എന്താ പറയണത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത് ബിസിനസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് സപ്ലൈ എന്ന് പറയുമ്പോൾ. ബിക്കോസ് ഞാൻ പറഞ്ഞു ഇവിടെ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് അവിടെയാണ്. അപ്പോൾ എന്താണ് സപ്ലൈ എന്ന് പറയുമ്പോൾ സിമ്പിൾ അല്ല, അതിന്റെ കീഴിൽ ഇത്രത്തോളം കാര്യങ്ങൾ വരുന്നുണ്ട്. സോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട GST കൗൺസിൽ എന്താണെന്നുള്ളതും, ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് സപ്ലൈ, ദെൻ സ്കോപ്പ് ഓഫ് സപ്ലൈ ആണ് പറഞ്ഞത്. ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് പ്രോബ്ലംസും മറ്റു കാര്യങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.